വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സാധനം നെറ്റ് ഇംഗ്ലീഷിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഏരിയ ആണ്. ഇത് ഇംഗ്ലീഷ് ലിറ്റററി പീരീഡ്സിനെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കറിയാം ഇംഗ്ലീഷ് ലിറ്റററി പീരീഡ്സ് കുറേ വരുന്നുണ്ട് അല്ലേ. നമ്മളിത് ഈ ഒരു ഫ്ലോ ചാർട്ട് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 2-3 ക്വസ്റ്റ്യൻസ് നെറ്റിന് സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം അല്ലേ. ഇപ്പം നമുക്ക് പല ക്രോണോളജി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. അത് വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഒരു ഏജ് പീരിയഡ്, ഈ പീരിയഡ്സിൻ്റെ ഓർഡർ പഠിച്ചു വെച്ചാൽ തന്നെ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മളിത് കറക്റ്റായിട്ട് പഠിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇയറിൽ വരുന്ന വ്യത്യാസം കൊണ്ടോ നമുക്ക് കൺഫ്യൂഷൻ കൊണ്ടോ നമുക്ക് പല സമയത്തും പലർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് അല്ലേ. ഇപ്പം ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, അപ്പോൾ നമ്മൾ റൈറ്റേഴ്സിനെ പഠിക്കുന്നത് പോലും ഈ ഒരു പീരിയഡ് ബേസിസ് തന്നെയാണ്. ഓരോ പീരീഡിൽ വരുന്ന പോയട്രി, ഡ്രാമ, നോവൽസ് അങ്ങനെ അല്ലേ. അപ്പം ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പല ഇംഗ്ലീഷ് ലിറ്റററി പീരിയഡ്സിനെ പറ്റി നമ്മൾ പല ഇംഗ്ലീഷ് ലിറ്റററി പീരിയഡ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുനിന്ന് ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ്, എങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ ഇംഗ്ലീഷ് ലിറ്റററി പീരിയഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്റററി പീരിയഡ് ആണ്, അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺ പീരിയഡ്. ഓക്കെ, ആംഗ്ലോ സാക്സൺ പീരിയഡ്, ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ് അല്ലേ. നമുക്കറിയാം ആദ്യത്തെ നമ്മുടെ ഇംഗ്ലീഷ് ലിറ്റററി പീരിയഡ് സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നത് തന്നെ ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇയർ എന്ന് പറയുന്നത് AD 450 to 1066. അപ്പം ഈ 1066 കൂടുതലും നമ്മൾ ഓർത്തിരിക്കണം. കാരണം എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഈ 1066. അതുകൊണ്ട് അത് മറന്നു പോകാൻ അത്ര ചാൻസ് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്ക് എക്സാം വരുമ്പം അറിയാലോ, അതും എല്ലാം നമുക്ക് കൺഫ്യൂഷനായി പോകും. അപ്പോൾ ഈ 450 to 1066 വരുന്ന ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് അഥവാ ആംഗ്ലോ സാക്സൺ പീരീഡിൽ നിന്നുള്ള മെയിൻ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇത് എങ്ങനെയൊക്കെ വരാമെന്നും ആ സമയത്തുള്ള റൈറ്റേഴ്സിനെ പറ്റിയൊക്കെ ഒരു ഏകദേശം ഒരു ഐഡിയ, ഒരു റിഫ്രഷർ പോലെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് മുന്നേ നമുക്ക് ഈ ടൈം ലൈൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കാം. നമുക്ക് അറിയാവുന്ന പീരീഡ് തന്നെയാണ്, ഇതിൻ്റെ ഓർഡർ മാത്രമാണ് നമുക്ക് കൺഫ്യൂഷൻസ് വരുന്നത് അല്ലേ. ഈ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് കഴിയുമ്പം തൊട്ടടുത്ത് തന്നെ ഏതാണുള്ളത്? മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് അല്ലേ. മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ആണ് വരുന്നത്. മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ആണ് വരുന്നത്. ഓക്കെ, അത് 1066 to 1500. 1066 to 1500 ആണ് മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ് വരുന്നത്. ഓക്കെ, മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ്. അത് കഴിഞ്ഞിട്ടാണ് റിനൈസൻസ് വന്ന് അല്ലേ. റിനൈസൻസ് വന്നു 1500 to 1660 അല്ലേ. 1500 to 1660 വന്നു. അപ്പോൾ നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് കഴിഞ്ഞു, മിഡിൽ കഴിഞ്ഞു, റിനൈസൻസ് കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നതാണ് ക്വീൻ എലിസബത്തിന്റെ ലിറ്റററി പീരിയഡ് ആണിത്. അത് 1558 to 1603 ആണ് വരുന്നത്. ഓക്കെ, പിന്നത് കിങ് ജക്കോബിന്റെ ആ ഒരു ടൈമാണ്, ജക്കോബിയൻ ഏജ് ആണ് വരുന്നത്. 1603 to 1625. ഓക്കെ, പിന്നെ കാരോലിൻ ഏജ്. അത് കഴിഞ്ഞിട്ട് കോമൺവെൽത്ത് പീരിയഡ്, അതിനെ പ്യൂരിറ്റൻ ഇന്റർറെഗ്നം എന്നും പറയും. അത് പ്യൂരിറ്റൻ ടൈമിലൂടെ ആയിരുന്നു കോമൺവെൽത്ത് പീരിയഡ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ ന്യൂ ക്ലാസിക്കൽ, റെസ്റ്റോറേഷൻ, അഗസ്റ്റൻ ഏജ് ഒക്കെ അറിയാലോ, അല്ലെങ്കിൽ അലക്സാണ്ടർ പോപ്പ് ആ ഒരു ടൈമിൽ വളരെ ഫേമസ് ആയിട്ട് നിന്ന 2 പേരായിരുന്നു അഗസ്റ്റസ് അല്ലേ, കിങ് അഗസ്റ്റസ്. ആ സമയത്ത് നമുക്ക് അഗസ്റ്റസിന്റെ ആ ഒരു ക്ലാസിക്കൽ പീരീഡിലെ ടൈമിൽ വന്ന വർക്ക്സ് ഈ ഒരു ഏജിൽ, അല്ലെങ്കിൽ അലക്സാണ്ടർ പോപ്പിന്റെ ഏജിൽ അതുപോലത്തെ സ്റ്റൈലും അതുപോലത്തെ ഒരു രീതിയിലും ഒക്കെ വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നതുകൊണ്ട് അതിനെ അഗസ്റ്റൻ ഏജ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അതിന് ഏജ് ഓഫ് പോപ്പ് എന്നും പറയും. പിന്നെ ഏജ് ഓഫ് സെൻസിബിലിറ്റി, റൊമാൻറ്റിക് പീരിയഡ്, വിക്ടോറിയൻ, പ്രീ റാഫ്ലൈറ്റ്, ഈസ്റ്റിസിസം ആൻഡ് ഡെക്കഡൻസ്, ദി എഡ്വേർഡിയൻ പീരിയഡ്, ജോർജിയൻ, മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയെന്നേ ഉള്ളൂ. കാരണം ഇനി ഇതെല്ലാം നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇന്ന് നമുക്ക് ഓൾഡ് ഇംഗ്ലീഷ് ഓർ ആംഗ്ലോ സാക്സൺ പീരീഡിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് പീരിയഡ് ഓർ ഏജ് ഡിഡ് ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബിഗിൻ?
ഇൻ വിച്ച് പീരിയഡ് ഓർ ഏജ് ഡിഡ് ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബിഗിൻ? അപ്പം ഏത് പീരിയഡിലാണ് ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററി തുടങ്ങിയത് ഏത് പീരീഡിലാണ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ ടൈം ലൈനിൽ വരുന്ന ആദ്യത്തെ പീരീഡിന്റെ പേരാണ്. അതറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം അല്ലേ? ഓപ്ഷൻസ് ഇവർ കൊടുത്തേക്കുന്ന ഏതാണ്? മീഡിയവൽ പീരിയഡ്, ആംഗ്ലോ നോമൻ പീരിയഡ്, ആംഗ്ലോ സാക്സൺ പീരിയഡ്, നിയോ ക്ലാസിക്കൽ പീരിയഡ് അല്ലേ? അപ്പം 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ടൈം ലൈനിന്റെ തുടക്കത്തിൽ ആദ്യം വരുന്ന ആ ഒരു പീരിയഡ് മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. അത് നമുക്കറിയാം ആംഗ്ലോ സാക്സൺ പീരിയഡ് ആണ് വരുന്നത്. അല്ലെങ്കിൽ ഇതിനെ എന്ത് വിളിക്കാം? ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ്. ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് ഈ സമയത്ത് നടന്നതുകൊണ്ടാണ് ഇതിനെ ആംഗ്ലോ സാക്സൺ പീരിയഡ് എന്നും വിളിക്കുന്നത്. ഓക്കെ, ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ് എന്ന് നമുക്കിനെ വിളിക്കാം. അപ്പം ആംഗ്ലോ സാക്സിന് പകരം ഓൾഡ് ഇംഗ്ലീഷ് കിടക്കുന്നെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യും? ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ് അല്ലേ? നമുക്ക് ഇതെല്ലാം ഏതൊരു ടൈം പീരീഡിലാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇയേഴ്സ് ഏതാണെന്ന് നോക്കാം. ആദ്യം വരുന്നത് മിഡീവിയൽ പീരിയഡ്, AD 1050 to 1550 അല്ലേ? 1050 to 1550 ടൈമിലാണ് മിഡീവിയൽ പീരീഡ് വരുന്നത്. പിന്നെ ആംഗ്ലോ നോമൻ പീരിയഡ് അത് വരുന്നത് എപ്പോഴാണ്? 1066 to 1300, 1066 to 1300 ആ ഒരു ടൈമിലാണ് വരുന്നത്. പിന്നെ ആംഗ്ലോ സാക്സ് നമ്മൾ നേരത്തെ കണ്ടതാണ് 450 to 1066, 450 to 1066. പിന്നെ ന്യൂ ക്ലാസിക്കൽ പീരീഡ് അത് വരുന്നത് 1660 to 1798. ന്യൂ ക്ലാസിക്കൽ പീരീഡ് വരുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അല്ലേ? ഇതൊക്കെ ഇച്ചിരും കൂടെ ഏകദേശം അടുത്ത് വരുന്ന പീരിയഡ്സ് ആണ്. പക്ഷെ നിയോ ക്ലാസിക്കൽ കുറച്ചും കൂടെ താഴെയാണ് അല്ലേ? താഴെയാണ് നമ്മൾ ആ ടൈം ലൈനിൽ കണ്ടത്. അതുകൊണ്ട് ഉറപ്പായിട്ടും 1660 to 1798 കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടുള്ള ഒരു ടൈം ഗ്യാപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തുടക്കമിട്ട പീരിയഡ് ഏതാണ്? ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ് അഥവാ ആംഗ്ലോ സാക്സൺ പീരിയഡ്. Second question, which Germanic tribe came to England in the middle of the 5th century? Which Germanic tribe came to England in the middle of the 5th century? അപ്പം ഇംഗ്ലണ്ടിലേക്ക് 5th സെഞ്ച്വറിയുടെ പകുതിക്ക് വെച്ച് വന്ന ജർമാനിക് ട്രൈബിന്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പീരിയഡിന്റെ പേരല്ല, അല്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്ന ടൈം അല്ല ഈ ചോദിക്കുന്നത്. ആ വന്ന ട്രൈബിന്റെ പേര്, അതാണ് ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ദ ജൂത്സ്, മാർക്കോമാനി, അലമാനി, ഫ്രാങ്ക്സ്. ഇത് 4 ഓപ്ഷൻ. ഈ ഓപ്ഷൻസ് കാണുമ്പം അത്യാവശ്യം നമ്മൾ പീരീഡിനെ പറ്റി ധാരണയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ് ആയിട്ടും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന 3 ഓപ്ഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ദി ആൻസർ ഇസ് ദ ജൂത്സ് ആണ് ആൻസർ വരുന്നത്. ഇതൊന്നും ഒരു ട്രൈബിൻ്റെയും പേരല്ല. ഓക്കെ, ഇതൊന്നും ഒരു ട്രൈബിൻ്റെയും പേരല്ല, ജൂത്സ് തന്നെയാണ് ആൻസർ വരുന്നത്. ആ സമയത്ത് ഇംഗ്ലണ്ടിലേക്ക് 5th സെഞ്ച്വറിയിൽ വന്നിട്ടുള്ള ജർമാനിക് ട്രൈബിൻ്റെ പേരെന്താണ്? ജൂത്സ് എന്നാണ്. ഓക്കെ, ജൂത്സ് എന്നാണ് ആ സമയത്ത് പേര്. പിന്നെ ആംഗ്ലോ സാക്സൺ എന്നാണല്ലോ പീരിയഡിൻ്റെ പേര്. അപ്പം ആംഗിൾസും ഉണ്ടായിരുന്നു, സാക്സൺസും ഉണ്ടായിരുന്നു. ഓക്കെ, ആംഗിൾസും ഉണ്ടായിരുന്നു, സാക്സൺസും ഉണ്ടായിരുന്നു, ജൂത്സും ഉണ്ടായിരുന്നു. അപ്പം ഇത് മൂന്നുമായിരുന്നു ട്രൈബ്സിൻ്റെ പേര്. അത് ഓർത്തോണം. അപ്പം ഇവിടെ ഇപ്പം ഓപ്ഷനിൽ ജൂട്ട് മാത്രമേ വന്നുള്ളൂ. ചിലപ്പോൾ ചോദിക്കാം ജർമാനിക് ട്രൈബ്സിന്റെ പേരെന്തൊക്കെയായിരുന്നു ചോദിക്കാം. ഇതിപ്പോൾ ട്രൈബ് എന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ ട്രൈബ്സ് എന്നാക്കിയിട്ട് ഇവർക്ക് ഈ 3 ട്രൈബിന്റെയും പേര് ചോദിക്കാം. അപ്പം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് 3 ട്രൈബ്സ് ഉണ്ടായിരുന്നു, 3 പേരുള്ള ട്രൈബ്സ് ഉണ്ടായിരുന്നു. അത് ആംഗിൾസും സാക്സൺസും ജൂട്ട്സും ആയിരുന്നു. ഓക്കെ, അപ്പം അത് ഒറ്റ ഓപ്ഷനായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അറിയാമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ആംഗിൾസും സാക്സൺസും നിങ്ങൾക്ക് പിന്നെയും ഗസ് ചെയ്യാൻ പറ്റും. മറ്റേ ജൂട്ട്സ് ആ പേരിലില്ലാത്തത് കൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഇംഗ്ലണ്ടിലേക്ക് 5th സെഞ്ച്വറിയുടെ മിഡിൽ വെച്ചിട്ട് വന്ന 3 ജർമാനിക് ട്രൈബ്സിന്റെ പേരാണ് ആംഗിൾസ്, സാക്സൺസ് ആൻഡ് ജൂട്ട്സ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പോംസ് ബേവുൾഫ് ഇസ് റിട്ടൺ ബൈ. ബേവുൾഫ് എന്ന് പറയുന്ന ഈ വളരെ ഓൾഡ് ആയിട്ടുള്ള ഈ ഒരു പോം ആരാണ് എഴുതിയത്? ഓക്കെ, അപ്പം ബേവുൾഫ് എന്ന് പറയുന്നതാണ് നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് പോയട്രി എവർ ടു കം ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് ബേവുൾഫ് എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻസ് 4 കൊടുത്തിട്ടുള്ളത്. കേറ്റ്മൻ, ബീഡ്, അനോണിമസ്, സൈൻ വുൾഫ്. ഓക്കെ, കേറ്റ്മൻ, ബീഡ്, അനോണിമസ്, സൈൻ വുൾഫ്. ഈ 4 ഓപ്ഷൻ, ഐ മീൻ അനോണിമസ് അല്ല, ഈ ബാക്കി 3 ഓപ്ഷനിൽ വരുന്നവർ ഏത് പീരീഡിൽ ഉണ്ടായിരുന്ന റൈറ്റേഴ്സ് അല്ലെങ്കിൽ പോയറ്റ്സ് ആണ്? ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺ പീരീഡിലുള്ളവർ തന്നെയാണ്. പക്ഷേ ബേവുൾഫ് എഴുതിയത് ആരാണെന്ന് നമുക്ക് അറിയില്ല. സോ ദി ആൻസർ ഇസ് അനോണിമസ്. കാരണം ഇത് എഴുതിയിട്ടുള്ള റൈറ്ററിനെ
ഇതുവരെ ഇതിൻ്റെ ഓത്തർഷിപ്പ് ആർക്കാണുള്ളത് എന്നുള്ളത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ബേവുൾഫ് പോയറ്റ് എന്നും വിളിക്കാറുണ്ട്. ബേവുൾഫ് പോയറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വർക്കിന്റെ പേരിലാണ് ഈ ഓതർഷിപ്പ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ദ ഓൾഡസ്റ്റ് പോം ബേവുൾഫ് ഇസ് അനോണിമസ്. ഓക്കെ, നമുക്ക് ആരാണെന്ന് അറിയില്ല. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയുള്ള ഈ ഓപ്ഷൻസിലുള്ളവരെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇവരുടെ വർക്ക്സിനെ പറ്റിയും പിന്നെ ഇവർ ആര്. ഇപ്പം ബീഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബീഡ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി എന്ന് പറയാം. അപ്പോൾ ബീഡ് ഇവരെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്, കേഡ്മനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ആ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം കേഡ്മൻ, നോർത്ത് ആംബ്രിയൻ കൗ ഹേർഡ് ആംഗ്ലോ സാക്സൺ പോയറ്റ്. അപ്പം നോർത്ത് ആംബ്രിയൻ ആയിട്ടുള്ള ഒരു കൗ ഹേർഡ് എന്ന് വെച്ചാൽ എന്താണ്? ആട്ടിടയൻ എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഹി വാസ് എ കൗ ഹേർഡ് ആൻഡ് ആൻ ആംഗ്ലോ സാക്സൺ പോയറ്റ്. ഓക്കെ, കേഡ്മൻ എന്ന് പറയുന്നത് നോർത്ത് ആംബ്രിയൻ കൗ ഹേർഡ് ആണ്, അതുപോലെ തന്നെ ആംഗ്ലോ സാക്സൺ പോയറ്റ് ആണ്. His story is related in the Historia Ecclesiastica Gentis Anglorum, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പേരായ എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ. ഓക്കെ, ബീഡിൻ്റെ വർക്കാണത്. ഓക്കെ, പുള്ളിൻ്റെ വെനറബിൾ ബീഡിൻ്റെ വർക്കാണ് എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ. ഇതാണ് കേട്ടോ, ഇതാണ് ഇംഗ്ലീഷ് പേര്. ഓക്കെ, അപ്പം ഈ വർക്കിൽ വെനറബിൾ ബീഡിൻ്റെ ഈ വർക്കിൽ കേഡ്മനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ. ഓക്കെ, അതൊരു ഹിസ്റ്ററി ബുക്ക് പോലത്തെ ഒരു സാധനമാണ്. കേഡ്മൻസ് only known surviving work is കേഡ്മൻസ് ഹിംസ്. ഓക്കെ, കേഡ്മൻ്റെ ആകെ സർവൈവ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് കേഡ്മൻസ് ഹിം ആണ്. ഓക്കെ, a 9-line alliterative vernacular praise poem in honor of God. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണ്? It is a 9-line alliterative vernacular praise poem in honor of God. ദൈവത്തിന് വേണ്ടി ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പോയമാണിത്. ഇതൊരു 9-line alliterative vernacular praise poem ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കേഡ്മനെ പറ്റി അറിയാവുന്നത്. അടുത്ത ഇനി വെനറബിൾ ബീഡ് അല്ലേ. വെനറബിൾ ബീഡിൻ്റെ വർക്കിനെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞു, എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ അല്ലേ. അതാണ് പുള്ളിയുടെ ഏറ്റവും ഫേമസ് വർക്ക്, എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ. ഇത് നമ്മൾ ഉറക്കത്തിൽ ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വർക്കാണ് വെനറബിൾ ബീഡിൻ്റെ. അത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് ആൾക്കാരെ പറ്റി എഴുതിയ ഒരു വർക്കാണിത്. He is known as the father of English history. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തു, അതുകൊണ്ട് തന്നെ he is known as the father of English history. അടുത്ത് വരുന്നത് സൈൻ വുൾഫ്. ഓക്കെ, സൈൻ വുൾഫ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പല പ്രൊനൗൺസിയേഷൻസ് ഉണ്ട്, ഞാനിപ്പോൾ സൈൻ വുൾഫുമായിട്ട് പോവാണ്. നോൺ ഫോർ ഹിസ് റിലീജിയസ് കമ്പോസിഷൻസ്. ഓക്കെ, റിലീജിയസ് ആയിട്ടുള്ള കമ്പോസിഷൻസിനാണ് പുള്ളി ഫേമസ്. ഓക്കെ, റിലീജിയസ് ആയിട്ടുള്ള കമ്പോസിഷനിൽ. അതുകൊണ്ട് തന്നെ ആളുടെ ക്രിസ്ത്യൻ പോയട്രി ഭയങ്കര ഫേമസ് ആണ്. അപ്പം ആൾ എഴുതിയിട്ടുള്ള വർക്ക്സിൻ്റെ പേരാണ് താഴെ കൊടുത്തേക്കുന്നത്. എലീൻ, ജൂലിയാന, ദ ഫേറ്റ്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, ക്രൈസ്റ്റ് ടു ദി അസെൻഷൻ, ദി എക്സീറ്റർ ബുക്ക്, ദ വെർസലി ബുക്ക്. ഓക്കെ, ആളുടെ വർക്ക് എത്ര എണ്ണം വരുന്നുണ്ട്? 1 2 3 4 5 6 6 വർക്കാണ് ആളുടെ വരുന്നത്. ഓക്കെ, സോ സൈൻ വുൾഫ് ഇസ് നോൺ ഫോർ ഹിസ് റിലീജിയസ് കമ്പോസിഷൻസ്. അപ്പോൾ ക്രൈസ്റ്റ് 2 എന്നൊക്കെ പറയുന്നത് ആളുടെ റിലീജിയസ് കമ്പോസിഷൻസ് ആണ്, അല്ലെങ്കിൽ ഫേറ്റ് ഓഫ് ദി അപ്പോസ്റ്റൽസ് എന്ന് പറയുന്നത് റിലീജിയസ് കമ്പോസിഷൻസ് ആണ്. ഓക്കെ, സോ എലീൻ, ജൂലിയാന, ദ ഫേറ്റ്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, ക്രൈസ്റ്റ് 2, ദി എക്സീറ്റർ ബുക്ക്, ദ വെർസലി ബുക്ക്, ഇത്രയും വർക്ക്സ് ആണ് സൈൻ വുൾഫ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ദി എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ, ബീഡാണ്, വെനറബിൾ ബീഡ്. ആളുടെ പേര് നമുക്ക് സെയിൻറ്റ് ബീഡ് എന്നും ആളെ വിളിക്കാറുണ്ട്, ബിക്കോസ് ഹീ ഈസ് എ സെയിൻറ്റ്. ഓക്കെ, വിശുദ്ധനായിരുന്നു ബീഡ്. ഓക്കെ, അല്ലെങ്കിൽ വെനറബിൾ എന്നുള്ള ഈ വാക്കിൻ്റെ അർത്ഥം റെസ്പെക്റ്റ്ഫുൾ എന്നാണ് കേട്ടോ, റെസ്പെക്റ്റ്ഫുൾ. അപ്പോൾ ആളൊരു കാത്തലിക് സെയിൻ്റ് ആയിരുന്നു വെനറബിൾ ബീഡ്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, how many signed poems were associated to Sign Wolf? How many signed poems were associated to Sign Wolf? അപ്പം സൈൻ വുൾഫ് സൈൻ ചെയ്തിട്ടുള്ള എത്ര പോയിംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? ഓക്കെ, നമ്മൾ നേരത്തെ ആളുടെ വർക്ക്സ് കണ്ടു. ഏതൊക്കെയായിരുന്നു? എലീൻ, ജൂലിയാന, പിന്നെന്താണ് ഫേറ്റ്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, പിന്നെ ക്രൈസ്റ്റ് 2, പിന്നെ എക്സീറ്റർ ബുക്ക്, വേഴ്സലി ബുക്ക്. ഓക്കെ,
ഇത്രയാണ് സൈൻ വുൾഫിൻ്റെ വർക്ക്സ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് 4 സൈൻഡ് പോയംസ് ആണ് സൈൻ വുൾഫായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. 4 സൈൻഡ് poems. ഓക്കെ, അപ്പം എലീൻ ജൂലിയാന, ഫേറ്റ് ഓഫ് ദി അപ്പസ്റ്റൽസ്, ക്രൈസ്റ്റ് ടു, എക്സീറ്റർ, വേഴ്സലി, ഈ 6 വർക്കിൽ 4 എണ്ണമാണ് പോയമായിട്ട് സൈൻ വുൾഫിൻ്റെ വന്നിട്ടുള്ളത്. സൈൻഡ് പോയംസ് വന്നിട്ടുള്ളത് 4 എണ്ണമാണ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഫ്രഷർ പോലെ തുടങ്ങി വെച്ചതേ ഉള്ളൂ. നമ്മളിനി അടുത്ത സീരീസിൽ, അടുത്ത വീഡിയോയിൽ, അടുത്ത ഇംഗ്ലീഷ് പീരീഡ്, കുറച്ച് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൻ്റെ ക്വസ്റ്റ്യൻസും ബാക്കി ഇനി മിഡിൽ ഇംഗ്ലീഷിൻ്റെ തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് പീരീഡിനെ പറ്റി ഒരു ക്ലാരിറ്റിയും ഇതിൻ്റെ അകത്തുനിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ, അതപ്പം അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കഷനിൽ കൂടെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വരാം, ഓപ്ഷൻസിനെ പറ്റിയൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയും അടുത്ത ക്ലാസ്സിൽ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.